മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ചടങ്ങുകളിലൊന്നാണ് ഈ നായാട്ടുവിളി. പദ്യരൂപത്തിലുള്ള അയ്യപ്പചരിതമാണ് നായാട്ടുവിളി എന്നറിയപ്പെടുന്നത്. പെരുന്നാട് പുന്നമൂട്ടിൽ കുടുംബത്തിനാണ് നായാട്ടുവിളിക്കുള്ള അവകാശം. നായാട്ടുവിളിയെക്കുറിച്ചും അതിൻ്റെ ചടങ്ങുകളെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുകയാണ് വേട്ടക്കുറുപ്പായ മഹേഷ്. അവരോട് മുനിമാർ മറ്റും അറുമുഖപ്പെരുമാളാനും അരവണ ശയനനാഥൻ അരിവേർമണിയാൽ താനും ആദിഗുരുവാകും വേദവ്യാസനും വാൽമീകിയും ആദിവേദജ്ഞന്മാരാം ഭൂസുരാശ്രേഷ്ഠന്മാരും മകരവിളക്കിന് ശേഷം ശബരിമലയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് നായാട്ടുവിളി. മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് 18-ാം പടിക്ക് താഴെ എത്തുമ്പോൾ അവിടെ നിലപാടുതറയിലാണ് നായാട്ടുവിളി നടത്തുന്നത്. നായാട്ടുവിളി സംഘം നമുക്ക് ഒപ്പം ചേരുകയാണ്. വേട്ടക്കുറുപ്പാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്തായാലും നായാട്ടുവിളി എന്നത് അത് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളിലൊന്നാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുമോ? ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ട് മുടക്കം വരാൻ പാടില്ലാത്ത പരമപ്രധാനമായ 5 ആചാരങ്ങളിൽ ഒന്നാണ് നായാട്ടുവിളി. കളമെഴുത്ത്, ഈ മണിമണ്ഡപത്തിലുള്ള കളമെഴുത്ത്, എഴുന്നള്ളത്ത്, പാട്ട്, ഗുരുതി എന്നിവയാണ് മറ്റാചാരങ്ങൾ. ഇതിൽ നായാട്ട് വിളിക്കാനുള്ള കാരാരമാവശ്യം പെരുന്നാട് പുന്നമൂട്ടിൽ കുടുംബത്തിനാണ്. ദുഷ്ടശക്തികളെ ആട്ടിപ്പായ്ക്കുന്നതിനാണ് വനാന്തര ഭാഗത്തുള്ള ശാസ്താക്ഷേത്രങ്ങളിൽ നായാട്ടുവിളി നടത്തുക. മകരവിളക്ക് ദിവസം അത്താഴ പൂജയ്ക്ക് ശേഷം മണിമണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളത്ത് പൊന്നു 18-ാം പടിയുടെ ഫ്രണ്ടിൽ വളരെ ആഘോഷപൂർവ്വമായി തീവെട്ടിയുടെയും ചെണ്ടമേളത്തിൻ്റെയും വാദ്യമേളത്തിൻ്റെയൊക്കെ അകമ്പടിയോടെ തലപ്പാറമല അതുപോലെ ഉടുമ്പാറമല എന്നീ 2 കൊടിക്കൂറുകളുടെ സാന്നിധ്യത്തിൽ വളരെ ആഘോഷപൂർവ്വം ആർഭാടപൂർവ്വം ഈ മണിമണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന എഴുന്നള്ളത്ത് പൊന്നു 18-ാം പടിയുടെ ഫ്രണ്ടിൽ നിലപാട് തറയിലെത്തി നിലപാട് നിന്നുകൊണ്ടാണ് നായാട്ട് വിളിക്കുന്നത്. നിലപാട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നായാട്ടുവിളി സംഘം തെക്കോട്ട് നോക്കിയെന്ന് നായാട്ടുവിളി സംഘം നായാട്ട് വിളിക്കുന്നു. അത് വടക്കോട്ട് നോക്കിയെന്ന് പന്തളം രാജാവും അതുപോലെ സ്വാമിമാരും മറ്റ് ദേവസ്വം ജീവനക്കാരും നായാട്ടുവിളി നോക്കിക്കാണുന്നു. ആ സമയത്ത് ശബരിമല മുകളിൽ ധർമ്മശാസ്താവും എഴുന്നള്ളി മണിമണ്ഡപത്തിൽ നിന്നും എഴുന്നള്ളി വന്ന അയ്യപ്പസ്വാമിയും മുഖാമുഖം നിൽക്കുന്നു. ആ നിൽക്കുന്ന നിൽപ്പിനെയാണ് നമ്മൾ നിലപാട് നിൽക്കുക എന്ന് പറയുന്നത്. ആ സമയത്താണ് നായാട്ടുവിളി സംഘം നായാട്ട് വിളിക്കുന്നത്. അയ്യപ്പൻ്റെ വന്ദനം മുതൽ പ്രതിഷ്ഠ വരെയുള്ള 576 ശീലുകളാണ് നായാട്ടുവിളിയിൽ പ്രതിപാദിക്കുന്നത്. അയ്യപ്പനും ശ്രീധർമ്മശാസ്താവും തമ്മിൽ ആശയവിനിമയം കൂടിയാണ് നായാട്ടുവിളി. നാമം പയ്യവേ വിളി തുടങ്ങി വാങ്ങിയ ധനങ്ങളെല്ലാം കൂടിയാലോർത്ത് നൽകി നീളമണ്ടി കാലോട് കൈയൊടിഞ്ഞും കൂടുകൾ തകർത്ത് നിത്യ മങ്ങി വന്നെങ്കിലും ചെട്ടികൾ തട്ടാന്മാരും കുട്ടികൾ പട്ടന്മാരും പ്രത്യേക തരത്തിലുള്ള ഒരു ശീലുകൾ തന്നെയല്ലേ ഇതിന് ഉപയോഗിക്കുന്നത്? അതെ, പ്രത്യേക ചലത്തിന് അഴകിനൊരു ഗണപതിയും വാണിമാരും തുണയ്ക്കെനിക്ക് പരിചോടുന്നില്ല വയ്യൻ്റെ കഥകളിൽ കുറെ ചൊൽവാൻ എന്ന് തുടങ്ങുന്ന ശീലുകളാണ് നായാട്ടുവിളിയിൽ പ്രതിപാദിക്കുന്നത്. ഓരോ ശീലുകൾ കഴിയുമ്പോഴും കൂടെയുള്ള ഈ നായാട്ടുവിളി സംഘത്തിലുള്ള ആളുകൾ ആചാരവിളി മുഴക്കും. ആചാരവിളി മുഴക്കും എന്ന് പറഞ്ഞാൽ ഹീ ഹു എന്ന് നീട്ടി വിളിക്കും. വേട്ടക്കുറുപ്പ് ഓരോ ശീലുകൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ കൂടെയുള്ള അനുയായികൾ ഈ ഹീ ഹു എന്ന് നീട്ടി വിളിക്കും. ആ ഹീ ഹു എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ നായാട്ടിന് പോയ സമയത്ത് അങ്ങ് അക്കരെ മലയുള്ള ആളുകളെ കൂടെ കൂട്ടുവാൻ നീട്ടി വിളിക്കുന്നതാണ് ഹീ ഹു എന്ന സങ്കല്പം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഈ ശരംകുത്തിയിലേക്കുള്ള ഒരു എഴുന്നള്ളിപ്പാണ്. ആ ഒരു എഴുന്നള്ളിപ്പിൽ തന്നെയാണ് അവിടേക്ക് ഈ 4 ദിവസം 18-ാം പടിക്ക് താഴെയാണെങ്കിൽ 5-ാമത്തെ ദിവസം ശരംകുത്തിയിലല്ലേ നായാട്ടുവിളി നടക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ആ മകരം 1 മുതലുള്ള 5 നാളാണ് നായാട്ട് വിളിക്കുന്നത്. ആ മകരം 1 മുതൽ 4 നാൾ 18-ാം പടിയുടെ ഫ്രണ്ടിലും അവസാനം 5-ാം നാൾ അതായത് മകരം 5-ന് ഈ എഴുന്നള്ളത്ത് നേരെ ശരംകുത്തിയിലാണ് പോകുന്നത്. ശരംകുത്തിയിൽ ചെന്ന് അവിടെ നായാട്ടുവിളിക്ക് ശേഷം ഉത്സവം കഴിഞ്ഞു എന്ന പ്രതീതിയിൽ വളരെ നിശബ്ദമായി ആരും ശബ്ദിക്കാതെ നിശബ്ദമായി തീവെട്ടിയൊക്കെ അണച്ച് ചെണ്ടമേളമെല്ലാം മാറ്റി വളരെ നിശബ്ദമായി തിരിച്ച് മണിമണ്ഡപത്തിലെത്തി അവിടുത്തെ പ്രത്യേക പൂജകൾക്ക് ശേഷം ഇവിടെ സന്നിധാനത്ത് ഹരിവരാസനം പാടി നട അടയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വിശിഷ്ടമായ ഒരു ചടങ്ങ്, അതിന് വേട്ടക്കുറപ്പാകാൻ കിട്ടിയ ഒരു വലിയ ഭാഗ്യം, ഭഗവാന് മുന്നിൽ നിന്ന് നായാട്ട് വിളിക്കാനുള്ള ഒരു ഭാഗ്യം, വേട്ടക്കുറപ്പാകാൻ കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്.
അത് വലിയൊരു നിധി പോലെ നമ്മൾ കാത്തുസൂക്ഷിക്കുക. ഭഗവാന്റെ സന്നിധിയിൽ ഒരു ദിവസമെങ്കിലും വന്ന് ഈ നായാട്ട് വിളിക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യം പോലെയാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബം തന്നെ കണക്കാക്കുന്നത്. അത് വലിയൊരു ഭാഗ്യമാണ്. അതോടൊപ്പം പള്ളിവേട്ട ദിവസം നമ്മുടെ നായാട്ട് വിളിയുണ്ട്. അത് ആറാട്ടിന് തൊട്ട് മുന്നുള്ള ഉത്സവത്തോടനുബന്ധിച്ചല്ലേ? ശബരിമല കൊടിയേറ്റ് ഉത്സവത്തോടനുബന്ധിച്ച് 10 ദിവസത്തെ കൊടിയേറ്റ് ഉത്സവത്തോടനുബന്ധിച്ച് പള്ളിവേട്ടയുണ്ട്. അന്ന് ഇത് മണിമണ്ഡപത്തിൽ നിന്ന് അല്ല പോകുന്നത്, 18-ാം പടി ഫ്രണ്ടിൽ നിന്നും നമ്മൾ ശരംകുത്തിയിലേക്ക് പോകുന്നു. അത് അന്ന് നിശബ്ദമായി പോകുന്നു. തിരിച്ച് അവിടെ ചെന്ന് അമ്പും വില്ലും ഉപയോഗിച്ച് കരിക്കുംകൊലയിലേക്ക് 3 പ്രാവശ്യം അമ്പ ചെയ്ത് കഴിയുമ്പോൾ ദുഷ്ടശക്തികളെ വെടിയുന്നു എന്നുള്ള സങ്കല്പത്തിൽ വേട്ടയാടിക്കൊണ്ട് അവിടുന്ന് കിട്ടുന്ന ഒരു കരിക്കുമായി സങ്കല്പിച്ച് ആ വേട്ടമൃഗത്തെ കരിക്കായി സങ്കല്പിച്ച് തിരികെ വളരെ സന്തോഷിച്ച് തന്നെ വേട്ട കഴിഞ്ഞ ആ ഇതിൽ സന്തോഷത്തിൽ തിരിച്ച് സന്നിധാനത്തേക്ക് വരികയാണ്. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ, അതിന് നേതൃത്വം നൽകാൻ കഴിയുക എന്നത് ഒരു വലിയ ഭാഗ്യമായി, മുൻജന്മ സുഹൃതമായി തന്നെയാണ് ഇവരെല്ലാം തന്നെ കാണുന്നത്. എന്തായാലും ഭഗവാന്റെ ഒരു വലിയ നിയോഗം, ഭഗവാൻ അനുഗ്രഹിച്ചു തന്ന ഒരു നിയോഗമായി തന്നെയാണ് ഇതിനെ ഈ സംഘാംഗങ്ങളെല്ലാം തന്നെ കാണുന്നത്.